ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് റോസ്റ്റ് ആണ്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ ബീഫൊക്കെ കാണത്തില്ലേ. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, സ്പൂണുകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കരുത്. കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മാത്രമേ അരപ്പ് നമ്മുടെ ബീഫിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിന് വേണ്ടിയുള്ളൊരു സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. സവാള പെട്ടെന്ന് വഴണ്ട് വരെ അല്പം ഉപ്പൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ബാക്കി ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയൊന്ന് ചേർത്ത് കൊടുക്കാനുള്ള ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളിതുപോലെ ക്യൂബായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലുതായിട്ടല്ല, ചെറുതായിട്ടൊന്ന് ക്യൂബ് സൈസിൽ അരിഞ്ഞെടുത്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇത് രണ്ടും മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നേരത്തെ നമ്മൾ അരപ്പൊക്കെ നമ്മൾ ബീഫിൽ ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ എരിക്ക് നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുക്കറിൽ ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വറ്റിച്ച് നമുക്കൊന്ന് റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും ഒന്ന് കുറച്ചുകൂടി ഒന്ന് റോസ്റ്റായിട്ട് വരാനുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളക് ഇനിയും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.